എന്റെ മമ്മി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ. ഡാഡി വിളിക്കുമല്ലോ. എനിക്ക് നിന്റെ ഡാഡിയെ ഒരു വിശ്വാസവും ഇല്ല. ഓഫീസിൽ ചെന്ന് സൂര്യയും അവളെയും കണ്ട നിന്റെ ഡാഡി പ്രത്യേകിച്ച് ഒന്നും പറയില്ല. വേലക്കാരിയായ മരുമകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവളെന്ന് ചിന്തിക്കുമ്പോ പിന്നെ എങ്ങനെ മാറ്റം ഉണ്ടാവാനാ? പക്ഷെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവൾക്കറിയില്ലെന്ന് ഡാഡിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കില്ല. സത്യം പറഞ്ഞാലേ മമ്മിക്കാ ഇപ്പൊ തെറ്റുപറ്റിയ. എന്ത് തെറ്റ്? മമ്മി എന്താ ചേച്ചിയോ എന്നെയോ കമ്പനിയിൽ പോസ്റ്റ് ചെയ്യാത്തെ? എടി, ഇന്ദ്രജയ്ക്ക് അതിനുള്ള എന്തെങ്കിലും കഴിവുണ്ടോ? നീയാണെങ്കിൽ പിന്നെ പഠിക്കല്ലേ? പഠിപ്പ് അവസാനിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിലേ അവൾ ഇരിക്കുന്നതിലും മേലെ ഒരു പൊസിഷനിൽ എനിക്കിരിക്കായിരുന്നു. ദേ, അവളെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ മമ്മി അറിയാതെ തന്നെ അവളെ പുറത്താക്കാനുള്ള പ്ലാൻ ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അത് നീ പറയുന്ന പോലെ അത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല. സൂര്യയുടെ നിലപാടുകളൊക്കെ നീ ഇപ്പോഴല്ലേ ശ്രദ്ധിച്ചു തുടങ്ങി? ഓ, പക്ഷെ അവന്റെ നിലപാട് മാറ്റങ്ങളൊക്കെ തൊട്ടടുത്ത് നിന്ന് കണ്ടറിഞ്ഞവളാ ഞാൻ. എന്നെ തോൽപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അവൻ ഇനി ഒരിക്കലും പിന്നോട്ട് പോവില്ല. അത് അവനിനി എത്ര നഷ്ടം സംഭവിച്ചാലും. ഇനി അവന്റെ ചില ഇമോഷണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ചിലത് നിഷേധിച്ചിട്ടുമുണ്ട്. ചിലതിന് പരിപൂർണമായിട്ട് ഞാൻ തടസ്സം നിന്നിട്ടുമുണ്ട്. അതെല്ലാം വൈരാഗ്യമായിട്ട് അവൻ കരുതുന്നു. പക്ഷെ എന്റെ സ്നേഹം അങ്ങനെയാണടി. ഞാൻ ജനിച്ച രക്തത്തിന്റെ ഗുണമാ. ഇപ്പൊ ഞാൻ ആ സുദേവന്റെ മകളെ അംഗീകരിക്കുന്നു വെച്ചു. അപ്പൊ അവ എല്ലാം മറക്കും. എന്നോട് ചിലപ്പോ നല്ല രീതിയിൽ പെരുമാറിയെന്നും ഇരിക്കും. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. കാരണം വെറും ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഞാൻ ജീവിതത്തിൽ ശീലിച്ചതൊക്കെ ഒറ്റയടിക്ക് മറക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ജീവിതത്തിൽ ഞാൻ ചില നിലപാടുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ബന്ധത്തിനും അതൊന്നും തിരുത്താൻ പറ്റില്ല. എടി, ഞാൻ അഹങ്കാരിയാ, തന്നിഷ്ടക്കാരിയാ. പക്ഷെ അതിനിടെ പത്മയ്ക്ക് ചില വേദനകളൊക്കെ ഉണ്ട്. അതാരും തിരിച്ചറിയില്ല. മകനല്ല, എന്തിന് കൂടെ ജീവിക്കുന്ന ഭർത്താവ് പോലും. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ സീറ്റിൽ നിന്ന് ഇറങ്ങിയ പത്മ മേഡത്തിന് സന്തോഷമാവും. അതല്ലേ സാർ നല്ലത്? ഇതല്ലേ തനിക്ക് ചോദിക്കാനുള്ളത്? അതന്നെയാ സർ. സാർ ഇതിൽ അഭിപ്രായമൊന്നും പറയണ്ട. യതീന്ദ്രൻ സാർ പറയട്ടെ. മോളെ, സൂര്യ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നീ അവനെ നന്നാക്കാൻ ശ്രമിക്കും പോലെ നിന്റെ കാര്യത്തിൽ അവനും താല്പര്യം കാണില്ലേ? നീ അവനെ നേർവഴിക്ക് നടത്താനും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാനും ശ്രമിച്ചു. ആ ശ്രമം അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിന് എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? സൂര്യ, എനിക്കിനി പറയാനുള്ളതൊക്കെ നിന്നോടാ. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ നാളുകളിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതമെന്ന് ഞാൻ ആലോചിച്ച് ഒരുപാട് രാത്രികളിൽ ഉറക്കം കിട്ടാതെ കിടന്നിട്ടുണ്ട്.
പക്ഷേ ഇന്നെനിക്കാ പേടിയില്ല. കാരണം എന്റെ മോള് നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. കാരണം എന്റെ മോള് നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. അത് നീ താലി കെട്ടിയതിന്റെ ബാധ്യതയൊന്നുമല്ല. ദേ, അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാല് അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം മനസ്സിലാവും. ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടൊന്നും ഇല്ലടാ. ഇനി എത്രയോ നാളുകള്, എത്രയോ മുഹൂർത്തങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കാനായിട്ടുണ്ട്. നീ ഒന്ന് നേരെ നിന്നുകൊടുത്താ മതി, ഇവള് നിന്നെ നടത്തിച്ചോളും. ഇതിനേക്കാൾ സന്തോഷവാനായ ഒരു അമ്മായി അച്ഛൻ ഈ ലോകത്ത് വേറെ കാണില്ലടാ. എന്റെ മരുമോളെക്കുറിച്ച്, എന്റെ മോളെക്കുറിച്ച് എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. അച്ഛാ, മതി 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 മതി. ഒരുപാടങ്ങ് പൊക്കിക്കൊണ്ട് പോയാലേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റാതെ വരും. ആ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും കണ്ട് അഹങ്കരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല എന്റെ മോള്. നിന്റെ ഭാഗ്യമാണ്. അപ്പൊ മക്കളെ, അച്ഛൻ ഇനി വീട്ടിലേക്ക് പുറപ്പെടാം. അല്ല, അവിടെ ചെന്നിട്ട് അച്ഛൻ എന്ത് പറയും? അല്ല, ഞങ്ങളെ ശാസിക്കാനല്ലേ ഇങ്ങോട്ട് പുറപ്പെട്ടത്. നിന്റെ അമ്മയുടെ മുന്നിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ പ്രയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. സൈലൻസ്. അത് തന്നെ രക്ഷ. നിങ്ങൾ എന്തായാലും സൗകര്യം പോലെ വാ, അച്ഛൻ ഇറങ്ങട്ടെ. പിന്നെ ഓഫീസ് സംബന്ധം അല്ലാത്തൊരു കാര്യം കൂടി അച്ഛനും മോളോട് പറയാനുണ്ട്. എന്താ? ഇവന് ആള് കുസൃതിയാ. ഇവനെ ഇപ്പോഴും വാത്സല്യത്തോടെ നോക്കിക്കാണാൻ രസവുമാണ്.